പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ. കർത്താവിനാൽ ഏറെ അനുഗ്രഹിക്കപ്പെട്ടവരെ, മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ഞായർ വായനകളെ അടിസ്ഥാനമാക്കി ഗുഡ്നസ് TV അണിയിച്ചൊരുക്കുന്ന ഏവൻഗേലിയോൻ എന്ന വചനവ്യാഖ്യാന പ്രോഗ്രാമിലേക്ക് ഏവരെയും ദൈവനാമത്തിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഇന്നത്തെ വായനകളെ പരിചയപ്പെടാം. വിശുദ്ധ പത്രോസിൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 8 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. നമുക്ക് ഇന്നത്തെ സുവിശേഷം ശ്രവിക്കാം. ഒരു സാബത്തിൽ അവനൊരു സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. 18 വർഷമായി ഒരാത്മാവ് ബാധിച്ച് രോഗിണിയായി നിവർന്നു നിൽക്കുവാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയ ഒരുവൾ അവിടെ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ടപ്പോൾ അടുത്ത് വിളിച്ചു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിക്കപ്പെട്ടിരിക്കുന്നു. അവൻ അവളുടെ മേൽ കൈകൾ വെച്ചു. തൽക്ഷണം അവൾ നിവർന്നു നിൽക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യും. യേശു സാബത്തിൽ രോഗം സുഖപ്പെടുത്തിയതിൽ കോപിച്ച് സിനഗോഗധികാരി ജനങ്ങളോട് പറഞ്ഞു, ജോലി ചെയ്യാവുന്ന 6 ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളിൽ വന്ന് രോഗശാന്തി നേടിക്കൊള്ളുക, സാബത്ത് ദിവസം പാടില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു, കപടനാട്യക്കാരെ, നിങ്ങൾ ഓരോരുത്തരും സാബത്തിൽ കാളയെയോ കഴുതയെയോ തൊഴുത്തിൽ നിന്നഴിച്ച് വെള്ളം കുടിപ്പിക്കുവാൻ കൊണ്ടുപോകുന്നില്ലേ? 18 വർഷം സാത്താൻ ബന്ധിച്ചിട്ടിരുന്നവളായ അബ്രാഹാത്തിൻ്റെ മകളെ സാബത്ത് ദിവസം അഴിച്ചുവിടേണ്ടതില്ലെന്നോ? ഇത് കേട്ട് അവൻ്റെ പ്രതിയോഗികളെല്ലാം ലജ്ജിതരായി. എന്നാൽ ജനക്കൂട്ടം മുഴുവൻ അവൻ ചെയ്തിരുന്ന മഹനീയ കാര്യങ്ങളെക്കുറിച്ച് സന്തോഷിച്ചു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാരക്കുമോ. കർത്താവിനാൽ ഏറെ അനുഗ്രഹിക്കപ്പെട്ടവരെ, നോമ്പിൻ്റെ ഞായറാഴ്ചകളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുക. പുണ്യം പൂക്കുന്ന ഈ ദിനങ്ങളിൽ വിശുദ്ധിയിൽ കൂടുതൽ വളരുവാനും ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുവാനും ദൈവവിശ്വാസത്തിൽ കൂടുതൽ മുന്നോട്ട് പോകുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നാം നിരന്തരം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. നോമ്പിൻ്റെ പാതി ദിവസങ്ങൾ നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. ആത്മശോധനയ്ക്ക് നമ്മൾ വിധേയമാകേണ്ട നിമിഷങ്ങളാണ് ഇത്. കഴിഞ്ഞ 25 ദിവസത്തിലധികം നമ്മൾ വിശുദ്ധ നോമ്പിൻ്റെ ഈ ദിവസങ്ങളിൽ യേശുവിൻ്റെ മരുഭൂമിയിലെ പ്രലോഭനത്തിൻ്റെ നിമിഷങ്ങളോട്, യേശുവിൻ്റെ കുരിശിലെ വേദനകളോട്, അവൻ്റെ പീഡാനുഭവങ്ങളോട് ഒക്കെ ചേർന്ന് നിൽക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഹൃദയം കൊണ്ട് ആ കാര്യങ്ങളെയൊക്കെ ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അവൻ്റെ വലിയ പീഡാനുഭവങ്ങളിൽ നമ്മുടെ ചെറിയ ചെറിയ ത്യാഗങ്ങൾ കൊണ്ട് പങ്കാളികളാകുവാൻ നമ്മൾ ഉള്ളുകൊണ്ട് പരിശ്രമിച്ചിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ഈ നിമിഷം ആത്മാർത്ഥമായി ആത്മശോധന ചെയ്യണം. സ്വയം പരിശോധനയ്ക്ക് നമ്മൾ ഓരോരുത്തരും വിധേയരാകണം. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 25 നാളുകളിൽ നമുക്കത് സാധിച്ചില്ലെങ്കിൽ ഇനിയും ദിവസങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കൂടുതൽ തീഷ്ണതയോടുകൂടി ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ രക്ഷാകര പദ്ധതിയുടെ സവിശേഷമായ സ്ഥാനമർഹിക്കുന്ന ഈ യേശുവിൻ്റെ പീഡാനുഭവങ്ങളിലും കുരിശുമരണത്തിൻ്റെ യോഗ്യതയിലുമൊക്കെ നമ്മളെ കൊണ്ടാവുന്ന വിധത്തിൽ നമുക്ക് പങ്കുചേരുവാനായിട്ട് സാധിക്കണം. പ്രിയമുള്ളവരെ, വിശുദ്ധ ജീവിതം നയിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. വിശുദ്ധി കൊണ്ടല്ലാതെ നമുക്ക് ദൈവത്തിൻ്റെ അടുത്തെത്തുവാനായിട്ട് സാധിക്കില്ല. വിശുദ്ധിയും വിശ്വാസവുമുള്ളവരായി, സ്നേഹത്തിൽ തികവുള്ളവരായി നമുക്ക് ഈ ദിനങ്ങൾ പുണ്യം പൂക്കുന്ന ദിനങ്ങളായിട്ട് അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊള്ളുവാനായിട്ട്, ആചരിക്കുവാനായിട്ട്, അനുഷ്ഠിക്കുവാനായിട്ട് പരിശ്രമിക്കാം. നോമ്പിലെ 5-ാമത്തെ ഞായറാഴ്ചയായ ഇന്ന് നമ്മൾ വായിച്ചു കേൾക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. 18 വർഷമായി കൂന് അനുഭവിക്കുന്ന ഒരു സ്ത്രീയെ സൗഖ്യപ്പെടുത്തുന്നതാണ്, യേശു തമ്പുരാൻ സുഖപ്പെടുത്തുന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ സത്ത എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ സുവിശേഷ ഭാഗത്തെ നമുക്ക് പല രീതിയിൽ വ്യാഖ്യാനിക്കാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ യഹൂദ മതത്തിൻ്റെ
നിയമബദ്ധമായ കാഴ്ചപ്പാടിനോട് യേശു തമ്പുരാൻ എതിർപ്പ് പ്രകടിപ്പിക്കുന്നതായി ഒരു തരത്തിൽ ഈ സുവിശേഷത്തെ വ്യാഖ്യാനിക്കാനായിട്ട് സാധിക്കും. മറ്റൊരു തരത്തിൽ പിശാച് ആവേശിച്ചിരുന്ന ആ സ്ത്രീയെ സൗഖ്യപ്പെടുത്തുമ്പോൾ പിശാചിൻ്റെ മേൽ യേശു തമ്പുരാൻ നേടുന്ന വിജയമായിട്ട് നമുക്ക് ഈ സുവിശേഷത്തെ വ്യാഖ്യാനിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഇതിനൊക്കെ അപ്പുറം മറ്റൊരു യാഥാർത്ഥ്യത്തെയല്ലേ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്? യേശുവിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ പ്രകടനത്തെയല്ലേ നമ്മൾ ഈ സുവിശേഷത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കേണ്ടത്? പ്രിയമുള്ളവരെ, ക്രിസ്തു സ്നേഹമാണ്, ദൈവം സ്നേഹമാണ് എന്നുള്ള വലിയ സത്യമാണ് ഈ സുവിശേഷത്തിൽ നിന്ന് ഏറ്റവും പരമമായി വിടരുന്ന യാഥാർത്ഥ്യമായിട്ട് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 18 വർഷമായിട്ട് ഈ സ്ത്രീ കൂനനുഭവിക്കുന്നതായിട്ട് നമ്മൾ സുവിശേഷത്തിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഒരുപക്ഷെ ശാരീരികമായി അവളുടെ ശരീരത്തിൻ്റെ നടുഭാഗത്തുണ്ടായ ചില പ്രശ്നങ്ങളായിരിക്കാം അവളെ ഈ വിധത്തിലേക്ക് നയിച്ചത്. പക്ഷേ സുവിശേഷത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, അവൾ ആത്മാവ് ബാധിച്ചത് കൊണ്ടാണ് ഈ വിധത്തിൽ കൂനിയായി തീർന്നതെന്ന്. പ്രിയമുള്ളവരെ, യേശു തമ്പുരാൻ അവളുടെ ശാരീരികമായ ബുദ്ധിമുട്ടുകളെ സൗഖ്യപ്പെടുത്തുന്നതിനപ്പുറം പിശാചിൻ്റെ ആവേശത്തിൽ നിന്ന് അവളെ സ്വതന്ത്രയാക്കുകയാണ് ചെയ്യുന്നത്. ശാരീരികമായി അവളെ സുഖപ്പെടുത്തുന്നതിനപ്പുറം ആത്മീയമായി അവളെ ബലപ്പെടുത്തുന്നതിനാണ് യേശു തമ്പുരാൻ ഈ നിമിഷങ്ങളിൽ പ്രാധാന്യം നൽകുന്നത്. എന്തുകൊണ്ടാണ് യേശു തമ്പുരാൻ ആ സ്ത്രീയെ ആ ദിവസത്തിൽ സിനഗോഗിൽ വെച്ച് സൗഖ്യപ്പെടുത്തിയത്? അതും ഒരു സാബത്ത് ദിവസത്തിൽ. പ്രിയമുള്ളവരെ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒറ്റ ഉത്തരമേ അതിന് നമ്മുടെ മുമ്പിലുള്ളൂ. അത് യേശുവിൻ്റെ അനുകമ്പാർദ്രമായ സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ്. മത്തായി ശ്ലീഹയുടെ സുവിശേഷം 14-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമ്മൾ 5 അപ്പം കൊണ്ട് 5000 പേർക്ക് സമൃദ്ധമായി നൽകുന്ന യേശുവിനെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ആ നിമിഷത്തിൽ കടലിൽ നിന്ന് കരയിലേക്ക് അവൻ വള്ളത്തിൽ നിന്ന് കരയിലേക്ക് ഇറങ്ങുമ്പോൾ അവനെക്കുറിച്ച് എഴുതി വയ്ക്കുന്ന ഒരു വാക്യമുണ്ട്. യേശുവിനെക്കുറിച്ച് ഇപ്രകാരമാണ് ഇവിടെ എഴുതി വയ്ക്കുന്നത്: യേശുവിന് ആ ജനക്കൂട്ടത്തോട് അനുകമ്പ തോന്നി എന്ന്. പ്രിയമുള്ളവരെ, അതേ അനുഭവം തന്നെയാണ് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 41-ാം വാക്യത്തിൽ കുഷ്ഠരോഗിയെ കാണുമ്പോഴും യേശുവിന് തോന്നുന്നത്. എനിക്ക് മനസ്സുണ്ട് എന്ന് പറയുമ്പോൾ അവൻ്റെ മനസ്സിൽ ആ കുഷ്ഠരോഗിയോട് അനുകമ്പ തോന്നിയെന്നാണ് നമ്മൾ വ്യംഗ്യമായി വ്യാഖ്യാനിക്കേണ്ടത്. പ്രിയമുള്ളവരെ, അനുകമ്പാർദ്രമായ സ്നേഹത്തിൻ്റെ ഉറവിടമാണ് യേശു. ആ സ്നേഹമുള്ളത് കൊണ്ടാണ് യേശു 18 വർഷമായി നിവരാൻ പറ്റാതെ പൂർണ്ണമായി കുനിഞ്ഞു മാത്രം ജീവിക്കുന്ന ആ സ്ത്രീയെ സൗഖ്യപ്പെടുത്തുവാനായിട്ട് തയ്യാറാകുന്നത്. പ്രിയമുള്ളവരെ, അനുകമ്പ, കരുണ എന്ന് പറയുന്നത് വലിയ ദൈവത്തിൻ്റെ ദാനമാണ്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയാണ് മറ്റുള്ളവരിലേക്ക് നമുക്ക് അനുകമ്പ ചൊരിയുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, മറ്റുള്ളവരെ അനുകമ്പയുള്ള കരുണയുള്ള കണ്ണുകളോടുകൂടി വീക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. യേശു തമ്പുരാൻ ആ ജനക്കൂട്ടത്തെ വീക്ഷിച്ചതുപോലെ, ആ കുഷ്ഠരോഗിയെ കണ്ടതുപോലെ, അനേക വ്യക്തികളെ സൗഖ്യപ്പെടുത്തിയതുപോലെ നമുക്ക് മറ്റുള്ളവരെ അനുകമ്പയോടുകൂടി വീക്ഷിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? കരുണയുടെ കണ്ണുകൾ നമുക്കിനിയും സ്വന്തമായിട്ടുണ്ടോ എന്ന് നമ്മൾ ഈ വിശുദ്ധ നോമ്പിൻ്റെ ദിനങ്ങളിൽ ആത്മാർത്ഥമായി ചിന്തിക്കണം. മറ്റുള്ളവരെ ഉൾക്കൊള്ളുന്നത് കൂടിയാണ് നോമ്പിൻ്റെ അനുഭവം എന്ന് പറയുന്നത്. പ്രാർത്ഥനയും ഉപവാസവും മാത്രമല്ല, മറ്റുള്ളവരെ സ്നേഹപൂർവ്വം ചേർത്ത് പിടിക്കുന്ന, അവരുടെ ആവശ്യങ്ങളിൽ കരുതലായി നിൽക്കുന്ന അനുഭവം കൂടിയാണ് നോമ്പിൻ്റെ ദിനങ്ങൾ. പ്രാർത്ഥനയും ഉപവാസവും ദാനധർമ്മവും. പ്രിയമുള്ളവരെ, ദാനധർമ്മം എന്ന് പറയുന്നത് മറ്റുള്ളവരിലേക്ക് നമ്മുടെ നോമ്പിൻ്റെ ഫലം ചെന്നെത്തുന്ന അവസരമാണ്. പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും അപ്പുറം ദാനധർമ്മങ്ങളിലൂടെ മറ്റുള്ളവരിലേക്ക് ദൈവത്തിൻ്റെ കരുണയുടെ അംശം എത്തിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളും ആത്മാർത്ഥമായി വിശുദ്ധ നോമ്പിൻ്റെ ദിനങ്ങളിൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് അനുഷ്ഠിക്കുന്നവരാണെന്ന് പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നോമ്പ് പലപ്പോഴും ആചാരമായി മാറുന്നത് നമ്മൾ പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടും മുന്നോട്ട് പോകുമ്പോൾ ആണ്. അതിൽ മാത്രം നമ്മൾ തളച്ചിടുമ്പോഴാണ്. മറ്റുള്ളവരുടെ വിശപ്പിന് നമ്മുടെ നോമ്പിനെ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മളുടെ നോമ്പ്
വെറും വ്യർത്ഥമാണ് എന്ന് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലെ നോമ്പിൻ്റെ പ്രാർത്ഥനകളിലൂടെ നമ്മളെ കണ്ണോടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. നിരന്തരം ആ പ്രാർത്ഥനകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ മറ്റുള്ളവരിലേക്ക് നമ്മുടെ നോമ്പിൻ്റെ ഫലങ്ങളെ എത്തിക്കണമെന്നുള്ളതാണ്. നമ്മൾ വിശുദ്ധ നോമ്പ് നമ്മുടെ ഹൃദയം കൊണ്ട് ഏറ്റെടുക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരിലേക്ക്, വിശപ്പിൻ്റെ വിലയറിയുന്നവരിലേക്ക്, വിശപ്പ് കൊണ്ട് അല്ലെങ്കിൽ മറ്റ് ക്ലേശങ്ങൾ കൊണ്ട്, ദുഃഖങ്ങൾ കൊണ്ട്, ദുരിതങ്ങൾ കൊണ്ട്, രോഗങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കുന്ന വ്യക്തികളെ നമ്മൾ കരുതണമെന്ന് കൂടിയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ആ ഒരു മനോഭാവത്തോടു കൂടി ഈ നോമ്പിൻ്റെ ദിനങ്ങൾ പൂർണ്ണമായി ആചരിക്കുവാനായിട്ട്, ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. വീണ്ടും സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിക്കപ്പെട്ടിരിക്കുന്നു യേശു തമ്പുരാൻ പറയുമ്പോൾ, കാലാകാലങ്ങളായി അവളെ ഇന്നും വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവളുടെ രോഗത്തിൽ നിന്ന്, ആ പൈശാചിക ബന്ധനത്തിൽ നിന്ന് അവളെ സ്വതന്ത്രമാക്കുവാനായിട്ടാണ് യേശു പരിശ്രമിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവം തൊടുന്ന നിമിഷമാണ് ഇത്. അവൾ പൂർണ്ണമായി സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരികയാണ്. ദൈവീകമായ അനുഭവത്തിലേക്ക് അവൾ വളരുകയാണ്. പ്രിയമുള്ളവരെ, ആ നിമിഷത്തിൻ്റെ മനോഹാരിത എത്ര വർണ്ണിച്ചാലും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയില്ല. എത്ര വർണ്ണിച്ചാലും അത് അധികമായി പോവുകയുമില്ല. യേശു അവളുടെ മേൽ കൈകൾ വെച്ചിട്ട് പറയുകയാണ്, നീ ഇന്ന് സ്വതന്ത്രയായിരിക്കുന്നുവെന്ന്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന നിമിഷം എത്ര മനോഹരമാണ് എന്ന് ഈ വാക്യം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ചില ബന്ധനങ്ങൾ, ചില പ്രശ്നങ്ങൾ, ചില പ്രയാസങ്ങൾ, അവയിൽ നിന്നൊക്കെ ദൈവം അസാധാരണമാവണ്ണം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതിലപ്പുറമായ രീതിയിൽ നമ്മളെ വിടുവിക്കുന്ന നിമിഷത്തെക്കുറിച്ച് ഒരുപക്ഷെ ജീവിതത്തിൽ ഒരു നിമിഷമെങ്കിലും നമ്മൾ അത് അനുഭവിച്ചിട്ടുണ്ട്. ആ നിമിഷം നമ്മൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമുക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. നമ്മളേറെ വേദനിച്ച നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ഒരുപക്ഷെ നമ്മൾക്ക് വീട്ടാൻ പറ്റാത്ത അത്രയധികം കടങ്ങൾ നമ്മളെ വലയ്ക്കുന്നുണ്ടായിട്ടുള്ള നിമിഷങ്ങളുണ്ട്. ആ നിമിഷത്തിൽ നിന്നൊക്കെ ദൈവം രക്ഷിച്ച അനേക വ്യക്തികൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഒരുപക്ഷെ മാരാരോഗത്തിൽ നിന്ന്, തീരാവ്യാധിയിൽ നിന്നൊക്കെ ദൈവം നമ്മളെ രക്ഷിച്ചെടുത്ത അനുഭവങ്ങൾ നമുക്ക് പറയുവാനുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു അനുഭവത്തിൽ നമ്മൾ ആയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയില്ല എന്ന് നമ്മൾ ഉറപ്പിച്ച് പറയുവാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ അനുഭവിച്ചിട്ടുള്ളവർ അത് പറഞ്ഞു വെക്കുന്നുണ്ട്. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 24-ാം വാക്യത്തിൽ നമ്മൾ പ്രകാരം വായിക്കുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യമുള്ളവരായിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ വേദനകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ ക്രിസ്തുവിൻ്റെ കുരിശിലെ ബലിയിലാണ്, അവൻ്റെ ഉയർപ്പിനാലാണ് നമ്മൾ സൗഖ്യമുള്ളതായിട്ട് മാറുന്നത്. വിശുദ്ധ കുർബാനകളിലാകട്ടെ, കൂദാശകളിലാകട്ടെ, കുടുംബ പ്രാർത്ഥനകളിലാകട്ടെ, മറ്റ് ഭക്താഭ്യാസങ്ങളിലാകട്ടെ, വിശുദ്ധ കുരിശിൻ്റെ വഴിയിൽ പങ്കുകൊള്ളുന്നതിലൂടെ ആകട്ടെ, വിശുദ്ധ ജപമാല ദിനം ചൊല്ലുന്നതിലൂടെ ആകട്ടെ, അവയിലൂടെയൊക്കെ ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് ചാലി കീറി ഒഴുകുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവം തൊടുന്ന നിമിഷങ്ങൾ ഏറ്റവും കൂടുതൽ ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ കുർബാനയിൽ നമ്മളെ തന്നെ സ്വയം സമർപ്പിച്ച് നമ്മൾ പങ്കുകൊള്ളുമ്പോൾ ദൈവം നമ്മളെ തൊടും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയം വേണ്ട. ദൈവം തൊടുന്ന നിമിഷങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാകും. ആ നിമിഷത്തിൻ്റെ മനോഹാരിത, ആ നിമിഷത്തിൻ്റെ സൗന്ദര്യം നമുക്ക് വാക്കുകൾ കൊണ്ട് വിവരിക്കാവുന്നതിന് അപ്പുറമാണ്. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ തൊടുന്ന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ഈ ദിവസങ്ങളിൽ ആഗ്രഹിക്കാം. ദൈവത്തിൻ്റെ കരുണ നമ്മളിലേക്ക് ചൊരിയപ്പെടുവാനായിട്ട് നമുക്ക് ഏറെ തീഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കാം. ആ കൂനിയായ സ്ത്രീയെ 18 വർഷമായി അവളെ ബന്ധിച്ചിരുന്ന സാത്താനിൽ നിന്ന് ദൈവം വിടുവിച്ചതുപോലെ നമ്മെ ഓരോരുത്തരെയും നമ്മളെ ബന്ധിച്ചിട്ടിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന്, നമ്മൾക്ക് മാത്രം അറിയാവുന്ന ചില ബന്ധനങ്ങളിൽ നിന്ന് ദൈവം സ്വതന്ത്രമാക്കട്ടെ. ദൈവം സ്വതന്ത്രമാക്കുന്ന നിമിഷങ്ങൾ ഏറെ സന്തോഷമുള്ളതാണ്, ഏറെ സൗന്ദര്യമുള്ളതാണ്, ഏറെ മനോഹരമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മുടെ ബന്ധനങ്ങളിൽ നിന്ന് സ്വയം വിടുവിക്കുവാനുള്ളൊരാഗ്രഹവും നമ്മളിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ഈ ദിനങ്ങളിൽ പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കൃപ അതിന് നമ്മുടെ കൂടെയുണ്ടെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയം വേണ്ട. ദൈവം എല്ലാവരെയും ഉൾക്കൊള്ളുന്നവനാണ്, കരുണയുടെ കണ്ണുകൾ കൊണ്ട് നമ്മളെ കാണുന്നവനാണ്. അതുകൊണ്ട് നമുക്ക് അക്കാര്യത്തിൽ സംശയം വേണ്ട. ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് ചാലുകയറി ഒഴുകുന്ന അവസരങ്ങളെ നമുക്ക് മനസ്സിലാക്കാം. ആ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകട്ടെ, എന്തും ഉണ്ടാകണമേ എന്ന് കൂടി നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. വീണ്ടും ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ
14-ാം വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ കാണുന്നുണ്ട്: യേശു സാപത്തിൽ രോഗം സുഖപ്പെടുത്തിയതിൽ കോപിച്ച് സിനഗോഗ് അധികാരി ജനങ്ങളോട് പറഞ്ഞു, ജോലി ചെയ്യാവുന്ന 6 ദിവസങ്ങൾ നിങ്ങൾക്കുണ്ട്. ആ ദിവസങ്ങളിൽ വന്ന് രോഗശാന്തി നേടിക്കൊള്ളുക, സാപത്ത് ദിവസം പാടില്ല. പ്രിയമുള്ളവരെ, സാപത്ത് ദിവസത്തിൽ രോഗശാന്തി നേടാൻ പാടില്ല എന്നുള്ളതാണ് സിനഗോഗ് അധികാരി അവിടെ കൂടിയിരുന്ന ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്ന കാര്യം. അതിന് നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം 8-ാം ഭാഗത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്: സാപത്ത് വിശുദ്ധ ദിനമായി ആചരിക്കണമെന്ന് ഓർമ്മിക്കുക. 6 ദിവസം അധ്വാനിക്കുക, എല്ലാ ജോലികളും ചെയ്യുക. എന്നാൽ 7-ാം ദിവസം നിന്റെ ദൈവമായ കർത്താവിൻ്റെ സാപത്താണ്. അന്ന് നീയോ നിന്റെ മകനോ മകളോ ദാസനോ ദാസിയോ നിന്റെ മൃഗങ്ങളോ നിന്നോടൊത്ത് വസിക്കുന്ന പരദേശിയോ ഒരു വേലയും ചെയ്യരുത്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ഈ കൽപ്പനയോട് കൂടിച്ചേർത്ത് നമ്മൾ വായിക്കുന്ന മറ്റൊരു ഭാഗമാണ് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 27-ാം വാക്യം. യേശു തമ്പുരാനോട് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: സാപത്ത് മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യൻ സാപത്തിന് വേണ്ടിയല്ല. പ്രിയമുള്ളവരെ, ദൈവം മനുഷ്യർക്ക് നൽകിയ ഒരനുഭവമാണ്. ദൈവത്തിൻ്റെ വലിയ കരുണയും ദൈവം മനുഷ്യരോട് കാണിച്ച, ഇസ്രായേൽ ജനത്തോട് കാണിച്ച് വലിയ അനുകമ്പയും ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തോടൊപ്പം ആയിരിക്കുവാൻ നമുക്ക് ലഭിച്ച നിമിഷങ്ങളാണ്, ദൈവം അനുവദിച്ചു വന്ന നിമിഷങ്ങളാണ് സാപത്ത് ദിവസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. പക്ഷേ ആ ദിവസങ്ങളിൽ ഒരു നന്മ പ്രവൃത്തിയും ഉണ്ടാകാൻ പാടില്ല എന്ന് ദൈവം ഒരിടത്തും പറയുന്നില്ല. മനുഷ്യന് എല്ലാ തരത്തിലുള്ള നന്മ പ്രവൃത്തികളും ആ ദിവസത്തിൽ ചെയ്യാമെന്നാണ് യേശു തമ്പുരാൻ സാപത്ത് മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യൻ സാപത്തിന് വേണ്ടിയല്ല എന്ന വാക്യം കണ്ട് കൃത്യമായി പറഞ്ഞു വയ്ക്കുക. പ്രിയമുള്ളവരെ, നന്മകൾ ചെയ്യുവാൻ, സ്നേഹത്തിൻ്റെ അനുഭവങ്ങൾ മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുവാൻ സാപത്തെന്നല്ല ഒരു കാര്യവും തടസ്സമാകരുത് എന്നുള്ളതാണ് യേശു തമ്പുരാൻ പറഞ്ഞു വയ്ക്കുന്ന വാക്കിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത്. ഒരുപക്ഷെ സിനഗോഗ് അധികാരി തൻ്റെ സ്ഥാനം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്തിൻ്റെ പുറത്താകണം ഇപ്രകാരം ഒരു കാര്യം അവിടെ കൂടിയിരുന്ന എല്ലാവരോടുമായിട്ടും പറയുന്നത്. തൻ്റെ സ്ഥാനം തനിക്ക് നഷ്ടപ്പെടുമെന്നുള്ള ആധിയിൽ നിന്നാണ് യേശുവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും പ്രാപിക്കരുതെന്നുള്ള മനോഭാവത്തോടു കൂടി ആ സിനഗോഗ് അധികാരി അപ്രകാരം ഒരു കാര്യം അവിടെ പറഞ്ഞു വയ്ക്കുക. പ്രിയമുള്ളവരെ, പക്ഷേ സ്നേഹത്തിൻ്റെ അനുഭവം സാപത്തെന്നല്ല ഏത് നിമിഷങ്ങളിൽ പോലും നമുക്ക് സ്വന്തമാക്കുവാനായിട്ട് സാധിക്കണം. അതുകൊണ്ടാണ് കുരിശിൽ കിടന്നുകൊണ്ട് വലത്തുഭാഗത്തെ കള്ളന് രക്ഷയുടെ അനുഭവം പ്രദാനം ചെയ്ത ക്രിസ്തുവിനെ നമ്മൾ കണ്ടുമുട്ടുക. ആ നിമിഷത്തിൽ അവൻ അനുഭവിച്ചു. ആ നിമിഷത്തിൽ അവൻ യേശുവിനോടൊപ്പം പർദീസയുടെ അനുഭവത്തിലേക്ക് കരയറ്റപ്പെട്ടു. പ്രിയമുള്ളവരെ, ഏതൊരു നിമിഷത്തിലാണോ ദൈവകരുണ നമ്മളെ തേടി വരുന്നത്, ആ നിമിഷത്തിൽ അത് സ്വന്തമാക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. സാപത്തെന്നല്ല ഒരു കാര്യവും അതിന് തടസ്സമാകരുത്. എന്തുകൊണ്ടാണ് സാപത്ത് ദിവസം ഇപ്രകാരമൊന്നും ചെയ്യരുത് എന്ന് യഹൂദ സിനഗോഗിലെ ആ അധികാരി നിഷ്കർഷിക്കുന്നത്? ഒരുപക്ഷേ യഹൂദർ കാലാകാലങ്ങളായിട്ട് സാപത്ത് ദിവസം ആചരിച്ചു വരുമ്പോൾ ദൈവമായ കർത്താവ് പറഞ്ഞതിനപ്പുറം ചില കാര്യങ്ങൾ, ചില നിയമങ്ങൾ കൂടുതലായിട്ട് അതിനകത്ത് ഉൾപ്പെടുത്തി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സാപത്ത് ആചരണം നിയമബദ്ധമായി മാത്രം, നിയമങ്ങളിൽ മാത്രം, നിയമത്തിനനുസരിച്ച് മാത്രം ആചരിക്കാവുന്ന ഒരു കാര്യമായി മാറി. ആ സാപത്ത് ആചരണത്തിൻ്റെ ദൈവീകത അവിടെ നഷ്ടപ്പെട്ടു. ദൈവം എന്ത് കാര്യത്തിനായിട്ടാണോ സാപത്ത് നൽകിയത്, ആ കാര്യത്തിൻ്റെ അനുഭവം സാപത്ത് ആചരണത്തിൽ നിന്ന് കാലാകാലങ്ങളായി യഹൂദ സമുദായത്തിൽ നിന്ന് മാറിപ്പോയി. പ്രിയമുള്ളവരെ, സാപത്ത് ആചരണം ദൈവീകമായ അനുഭവത്തിലായിരിക്കുവാൻ ലഭിക്കുന്ന മണിക്കൂറുകളാണ്, ദൈവത്തോടൊപ്പമായിരിക്കുവാൻ ലഭിക്കുന്ന മണിക്കൂറുകളാണ്. ആ നിമിഷങ്ങളിൽ നന്മ ചെയ്യാൻ പാടില്ല എന്ന് യഹൂദ നിയമം ഉദ്ധരിച്ചുകൊണ്ട് ആ സിനഗോഗ് അധികാരി പറഞ്ഞു വയ്ക്കുകയാണ്. പ്രിയമുള്ളവരെ, നന്മ ചെയ്യുവാൻ ഒരു നിമിഷവും ഒരു കാലവും ഒരു സമയവും നമുക്ക് തടസ്സമല്ല. ദൈവത്തിൻ്റെ അനുഭവത്തിലേക്ക് മറ്റുള്ളവരെ പങ്കുവയ്ക്കുവാനായിട്ട് നമുക്ക് ഏതൊരു നിമിഷവും ഉപയോഗിക്കാമെന്നുള്ള വലിയ വസ്തുതയാണ് യേശു തമ്പുരാൻ ഇന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് കാളയുടെയും കഴുതയുടെയും ഒക്കെ ഉദാഹരണ സഹിതം യേശു തമ്പുരാൻ ഇക്കാര്യം സമർത്ഥിക്കുവാനായിട്ട് പരിശ്രമിക്കുക. പ്രിയമുള്ളവരെ, നന്മ ചെയ്യുന്നതിൽ സാപത്തെന്നല്ല ഒരു കാര്യവും നമുക്ക് തടസ്സമാകരുത്. ദൈവത്തോടൊപ്പം ആയിരിക്കുവാനുള്ള മണിക്കൂറുകൾ നന്മയുടെ അനുഭവങ്ങളായിട്ട്, സ്നേഹത്തിൻ്റെ അനുഭവങ്ങളായിട്ട് രൂപാന്തരപ്പെടുത്തുവാനായിട്ടാണ് ഈ സുവിശേഷ ഭാഗം മറ്റൊരു തരത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുക. പ്രിയമുള്ളവരെ, മറ്റൊരു തരത്തിൽ നമ്മൾ ഈ സ്ത്രീയുടെ കൂനിനെ വ്യാഖ്യാനിച്ചാൽ അത് ഒരു തരത്തിലുള്ള അടിമത്തമാണ്. അശുദ്ധാത്മാവ് അവളെ ആവേശിച്ചു എന്ന് പറയുമ്പോഴും അത് മറ്റൊരു തരത്തിൽ ഒരടിമത്തമാണ്. ആ അടിമത്തം എന്ന് പറയുന്നത് സ്വാർത്ഥതയുടെ അടിമത്തമാണ്.
നമുക്കറിയാം, പൂർണ്ണമായി നിവരാൻ പറ്റാത്ത വിധം കൂനിപ്പോയ ഒരാൾക്ക് ഒരിക്കലും മറ്റൊരാളിലേക്ക് പൂർണ്ണമായി നോക്കുവാനായിട്ട് സാധിക്കുകയില്ല. സ്വർഗത്തിലേക്ക് പൂർണ്ണമായിട്ട് നോക്കുവാനായിട്ട് സാധിക്കുകയില്ല. അവർക്ക് കാണുവാനാകുന്നത് തന്നെയും തൻ്റെ ശരീരവും തൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങളും മാത്രമാണ്. ഒരിക്കലും മുകളിലേക്ക് നോക്കുവാനായിട്ട് ആ വ്യക്തിക്ക് സാധിക്കുകയില്ല. മറ്റൊരാളിലേക്ക് പൂർണ്ണമായി കണ്ണ് എത്തിക്കുവാനായിട്ട് ആ വ്യക്തിക്ക് സാധിക്കുകയില്ല. ഇത് ഒരു തരത്തിൽ നമ്മൾ വ്യാഖ്യാനിച്ചാൽ ഒരു അടിമത്തമാണ്, സ്വാർത്ഥതയുടെ അടിമത്തം. ഞാൻ, എൻ്റേത്, എനിക്കുള്ളത് എന്ന ചിന്തയിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പടർന്ന് ചെല്ലുവാനായിട്ട് സാധിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അടിമത്തം. പ്രിയമുള്ളവരെ, ഈ അടിമത്തത്തിൽ നിന്ന് കൂടിയാണ് കർത്താവ് ഈ നിമിഷങ്ങളിൽ നമുക്ക് മോചനം നൽകുന്നത്. നമ്മൾ മറ്റുള്ളവരിലേക്ക് നോക്കുവാൻ, ദൈവത്തെങ്കിലേക്ക് നോക്കുവാൻ, പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുവാനായിട്ട് കൂടിയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുക. പ്രഭാഷകന്റെ പുസ്തകം 40-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ആദത്തിന്റെ സന്തതികളുടെ മേൽ ഭാരമുള്ള നുകം വയ്ക്കപ്പെട്ടിരിക്കുന്നു. കോപം, അസൂയ, ക്രോധം, മരണഭീതി എന്നിവയൊക്കെയാണ് ആ നുകം. പ്രിയമുള്ളവരെ, ഈ നുകത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മിലേക്ക് തന്നെ നമ്മൾ ചുരുങ്ങിപ്പോകുന്ന സ്വാർത്ഥതയുടെ ഈ അടിമത്തത്തിൽ നിന്നാണ് ദൈവം നമ്മളെ രക്ഷിക്കുക. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, എല്ലാ വിധത്തിലുള്ള അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്രയാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ യാത്ര എന്ന് പറയുന്നത്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ, നിങ്ങൾ എൻ്റെ അടുത്ത് വരുവിൻ, ആശ്വാസം പ്രാപിക്കുവിനെന്ന് യേശു തമ്പുരാൻ നമ്മളെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, എല്ലാ വിധത്തിലുള്ള അടിമത്തത്തിൽ നിന്നും രക്ഷപ്പെട്ട് സ്വാർത്ഥതയുടെ എല്ലാ മേഖലകളിൽ നിന്നും, ക്രോധത്തിൻ്റെയും വിനാശത്തിൻ്റെയും ദുഷ്ടതയുടെയും മറ്റെല്ലാ വ്യർത്ഥചിന്തകളുടെയും അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവീകമായ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കുന്ന നിമിഷമാണ് ഇവിടെ കൂനുള്ള സ്ത്രീക്ക് സംഭവിച്ച അത്ഭുതം. നമ്മളും ദൈവീകമായ ആ സ്വാതന്ത്ര്യത്തിലേക്ക് കാലെടുത്ത് വയ്ക്കണം. സ്വർഗരാജ്യം എന്ന് പറയുന്നത് പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിൻ്റെ ഇടമാണ്. അവിടെ എങ്ങും അടിമത്തമില്ല. ദൈവത്തിൻ്റെ മക്കളെന്ന് പറയുന്നത് പൂർണ്ണമായി സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഇടമാണ്. പ്രിയമുള്ളവരെ, ദൈവികമായി സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും കാലെടുത്ത് വെക്കണം. നമ്മുടെ തുച്ഛമായ സ്വാർത്ഥതകൾക്കപ്പുറം ദൈവീകമായ സ്വാതന്ത്ര്യം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. സമ്പത്തിൻ്റെയും സ്വത്തിൻ്റെയും ആകുലതകളുടെയും ഉത്കണ്ഠകളുടെയും ഒക്കെ ലോകത്തിൽ നിന്ന്, അതിനടിമത്തത്തിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും ആ സ്വാതന്ത്ര്യത്തിലേക്ക്, ദൈവം നമ്മളെ തൊടുന്ന നിമിഷത്തിൽ കൂടി ആ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കുമ്പോഴാണ് കൂനുള്ള സ്ത്രീയെപ്പോലെ സ്വർഗം സ്വന്തമാകുന്ന അനുഭവം നമുക്ക് ലഭിക്കുന്നത്. പ്രിയമുള്ളവരെ, സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ, മറ്റുള്ളവരിലേക്ക് നോക്കുമ്പോൾ നമ്മളും പൂർണ്ണമായി സ്വാതന്ത്ര്യം ഉള്ളവരായി തീരും. നമ്മളിലേക്ക് മാത്രം നോക്കാതെ മറ്റുള്ളവരിലേക്ക് നോക്കുവാൻ, ദൈവത്തെങ്കിലേക്ക് നോക്കുവാൻ, ആ നോട്ടത്തിലൂടെ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും ഈ വലിയ നോമ്പിൻ്റെ വിശുദ്ധ ദിനങ്ങളിൽ ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഈ ദിനങ്ങൾ സ്വാതന്ത്ര്യത്തിൻ്റെ കൂടി ദിവസങ്ങളാണ്, ക്രിസ്തീയമായ സ്വാതന്ത്ര്യത്തിൻ്റെ ദിവസങ്ങളാണ്. നമ്മളെ അടിമത്തത്തിലാക്കുന്ന എല്ലാ പാപത്തിൻ്റെ വേഴ്ചകളിൽ നിന്നും ദൈവീകമായ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ തന്നെ നയിക്കേണ്ട ദിവസങ്ങളാണ്. പ്രിയമുള്ളവരെ, കുമ്പസാരം എന്ന കൂദാശയിലൂടെ നമ്മളെ നിരന്തരം അടിമത്തത്തിലാക്കുന്ന പാപങ്ങളിൽ നിന്ന്, നമ്മളെ നിരന്തരം മാറ്റി നിർത്തുന്ന മ്ലേച്ഛതകളിൽ നിന്ന് ഒക്കെ മാറ്റി, തഴക്കദോഷങ്ങളൊക്കെ ഒഴിവാക്കി ക്രിസ്തുവിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ തന്നെ നയിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണം. ക്രിസ്തു കുരിശിൽ മരിച്ചത്, പീഡകൾ സഹിച്ചത്, ഉയർത്തെഴുന്നേറ്റത് രക്ഷാകരമായ ആ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ നയിക്കുവാനാണ്. പ്രിയമുള്ളവരെ, അടിമത്തത്തിൻ്റെ നുകം ഒഴിവാക്കി സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മളെ തന്നെ നയിക്കുവാനായിട്ട് ഈ ദിവസങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുത്താം. നോമ്പും പ്രധാനാനുഷ്ഠാനങ്ങളും വർജനകളും ഉപവാസവും എല്ലാം അതിന് കൂടുതൽ നമ്മളെ ശക്തരാക്കട്ടെ. ദൈവം നമ്മളെ നിരന്തരം സഹായിക്കട്ടെ. പരിശുദ്ധാത്മാ നമ്മുടെ കൂടെയായിരിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നമ്മോടൊപ്പം എന്നും ഉണ്ടായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ രൂഹായുടെ നാമത്തിൽ ആമീൻ.